not a drop in the ocean. You are the entire ocean in a drop. Yes, this is Safna for Success Academy with some current affairs. So, ഇന്നത്തെ current affairs എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. So, the first question goes like this. Which country powered up its nuclear reactor? ഏത് രാജ്യമാണ് റീസെൻ്റ് ആയിട്ട് അതിൻ്റെ ന്യൂക്ലിയർ റിയാക്ടർ പവർ അപ്പ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ആർട്ടിഫിഷ്യൽ സൺ എന്ന പേരിൽ HL2M, ഓക്കെ, HL2M എന്ന് പറയുന്ന ടോക്കാമാക് റിയാക്ടറാണ് റീസെൻ്റ് ആയിട്ട് ചൈന പവറപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ചൈനാസ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ എക്സ്പെരിമെൻറ്റ് റിസർച്ച് ഡിവൈസ് ആണ്. ആൻഡ് സയൻറ്റിസ്റ്റുകൾ കരുതുന്നത് ദിസ് ഡിവൈസ് വിൽ അൺലോക്ക് എ പവർഫുൾ ക്ലീൻ എനർജി സോഴ്സ്. ഓക്കെ, സോ ദിസ് പവർഫുൾ മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഒരു ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന് ഫ്യൂസ് ഇറ്റ് ഹാസ് എ ഹോട്ട് പ്ലാസ്മ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ്, ഇതിന് 150, ഓക്കെ, 150 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദിസ് ഈസ് 10 times ഹോട്ടർ ദാൻ ന്യൂക്ലിയർ ഓഫ് ദ സൺ. സണ്ണിൻ്റെ ന്യൂക്ലിയറിനെക്കാളും 10 times ഹോട്ടർ ആയിരിക്കും ഈ ഒരു ഹോട്ട് പ്ലാസ്മ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഡേഞ്ചറസ് എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സൗത്ത് വെസ്റ്റ് സിച്വാൻ പ്രോവിൻസ്. സിച്വാൻ പ്രോവിൻസിൻ്റെ സൗത്ത് വെസ്റ്റേൺ പാർട്ടിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ചൈനയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബെയ്ജിംഗ് ആണ്. ആൻഡ് ചൈനയുടെ പ്രീമിയർ എന്ന് പറയുന്നത് ലേ കെക്വേങ് ആണ്. ആൻഡ് ചൈനീസ് പ്രസിഡന്റ് ഈസ് ഷി ജിൻപിങ്. ആൻഡ് അവിടുത്തെ കറൻസി എന്ന് പറയുന്നത് റെൻ മിൻ ബി ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. After UK, which country is about to approve coronavirus vaccine? ഒരു എമർജൻസി യൂസ് എന്ന രീതിക്ക് റീസെൻ്റ് ആയിട്ട് UK വാക്സിൻ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് Pfizer ബയോടെക്സിൻ്റെ കൊറോണ വൈറസ് വാക്സിൻ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ UKക്ക് ശേഷം ഏത് രാജ്യമാണ് എമർജൻസി യൂസിനായിട്ട് വാക്സിൻ അപ്രൂവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ബഹ്റൈൻ. ബഹ്റൈൻ ആണ് അത് അപ്രൂവ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് can only be stored in -70 degrees Celsius. ഓക്കെ, -70 degrees Celsiusൽ മാത്രമേ ഇത് സൂക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആൻഡ് ബഹ്റൈൻ്റെ കിങ് എന്ന് പറയുന്നത് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയാണ്. ആൻഡ് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് സൽമാൻ ആണ്, ക്രൗൺ പ്രിൻസ് ഓഫ് ബഹ്റൈൻ. ആൻഡ് ബഹ്റൈൻ്റെ ക്യാപിറ്റൽ ഇസ് മനാമ. ആൻഡ് ബഹ്റൈനി currency is Bahraini dinar. Okay, so let's move on to the next question. Which state signs MOU with IDAIR? IDAIR എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് കൊളാബറേഷൻ ആണ്. ആൻഡ് ഇതിനോടൊപ്പം ചേർന്ന് ഏത് സംസ്ഥാനമാണ് ഹെൽത്ത് സെക്ടറിൽ, ഓക്കെ, ഹെൽത്ത് സെക്ടറിൽ ഡിജിറ്റൽ ടെക്നോളജീസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാനും മറ്റുമായിട്ടുള്ള ഒരു MOU ആണ്, മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇത് ഏത് സംസ്ഥാനമാണ് സൈൻ ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് പഞ്ചാബ്. 30 മില്യൺ പഞ്ചാബീസിനാണ് ഇതുമൂലം ഉപകാരം ഉണ്ടാവാനായിട്ട് പോകുന്നത്. ആൻഡ് ദേ ക്യാൻ കണ്ടിന്യൂ ദെയർ റിസർച്ച് വർക്ക്സ് ഓൺ ദ ഡിജിറ്റൽ ടെക്നോളജി ഇൻ ദ ഹെൽത്ത് സെക്ടർ. ഓക്കെ, ഈ റീസെൻ്റായിട്ടുള്ള ഈ ഒരു കൊറോണ പീരീഡിൽ ഇത്തരത്തിലൊരു ഡെവലപ്മെൻറ്റ് ആവശ്യമാണെന്ന് കരുതിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്യുന്നത്. ആൻഡ് സ്റ്റേറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള അനിരുദ്ധ് തിവാരി ആൻഡ് സ്റ്റേറ്റ് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വിനി മഹാജനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ആൻഡ് IDAIR, അതായത് ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് കൊളാബറേഷൻ്റെ CEO അംബാസഡർ ഈസ് അമൻദീപ് സിംഗ് ഗിൽ. ആൻഡ് പഞ്ചാബിൻ്റെ ക്യാപിറ്റൽ ഈസ് ചണ്ഡീഗർ. ആൻഡ് അവിടുത്തെ CM ചീഫ് മിനിസ്റ്റർ ഈസ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. ആൻഡ് അവിടുത്തെ ഗവർണർ ഈസ് VP സിംഗ് ബദ്നോറെ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which state is setting up its first megawatt power plant? ഓക്കെ, വേസ്റ്റിൽ നിന്ന് എനർജി പവർ പ്ലാന്റ്, അതായത് വേസ്റ്റ് ടു എനർജി പവർ പ്ലാന്റ് എന്ന് പറയുന്ന ഇത്തരത്തിൽ ഒരു മെഗാവാട്ട് പവർ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബംഗളൂരുവിൽ, അതായത് ബംഗളൂരുവിൽ വേസ്റ്റുകൾ ആണ് എനർജി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബാംഗ്ലൂരിൽ വരുന്ന 5000 ടൺസ് ആൻഡ് ടൺസ് ഓഫ് വേസ്റ്റിൽ നിന്നും 600 ടൺസ് ഓഫ് വേസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് കർണാടകയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബംഗളൂരുവിലെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു മെഗാവാട്ട് പവർ പ്ലാന്റ് കൊണ്ടുവരുന്നത്.
14 കോടി രൂപയാണ് എല്ലാ വർഷവും ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അതായത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ ഇത്രയും എമൗണ്ട് കുറഞ്ഞ് കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ റെഡ്യൂസ് ദ ഗാർബേജ് ഓഫ് ദ ക്യാപിറ്റൽ സിറ്റി. ആൻഡ് CM ആയിട്ടുള്ള യെഡിയൂരപ്പയാണ് ഇതിന് ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 10 ഏക്കറിൽ 10 ഏക്കറിൽ 11.5 മെഗാവാട്ടിൻ്റെ പവർ പ്ലാന്റ് ആണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദി ഔട്ട്സ്കേർട്സ് ഓഫ് ബംഗളൂരു. ബംഗളൂരുവിൻ്റെ ഔട്ട്സ്കേർട്സിലുള്ള ബിഡാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് വരുന്നത്. ആൻഡ് ഇവിടെ നിന്നുണ്ടാക്കുന്ന എനർജി മുഴുവൻ സപ്ലൈ ഈസ് ഗോയിങ് ടു കർണാടക പവർ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഓക്കെ, സോ കർണാടകയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബംഗളൂരു ആണ്. ആൻഡ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഈസ് യെഡിയൂരപ്പ ആൻഡ് അവിടുത്തെ ഗവർണർ ഈസ് വാജുഭായ് വാല. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which police station in Manipur has been selected as the best in the country? രാജ്യത്തെ ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻസിൻ്റെ ലിസ്റ്റ് റീസെൻ്റ് ആയിട്ട് ഹോം മിനിസ്റ്റർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 2015 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. ആൻഡ് ഈ വർഷം ദിസ് അവാർഡ് ഗോസ് ടു നോങ്പോക് സെക്മായി പോലീസ് സ്റ്റേഷൻ. ഓക്കെ, മണിപ്പൂരിലെ തൗബാൽ ഡിസ്ട്രിക്റ്റിലുള്ള നോങ്പോക് സെക്മായി പോലീസ് സ്റ്റേഷനാണ് ഈ ഒരു അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ആൻഡ് 750 പോലീസ് സ്റ്റേഷൻസിൻ്റെ ലിസ്റ്റിൽ 10 ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻസ് ആണ് അവർ എടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ 10 എണ്ണത്തിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ നോങ്പാക് സെക്മായി പോലീസ് സ്റ്റേഷനാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ആൻഡ് ഓൾസോ ആ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിൽ നിന്നും വേറെ 2 സ്റ്റേറ്റിൽ നിന്നുള്ള പോലീസ് സ്റ്റേഷൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ആർ ഫ്രം അരുണാചൽ പ്രദേശ് ആൻഡ് സിക്കിം. സോ നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ നിന്ന് 3 പോലീസ് സ്റ്റേഷൻസ് ആണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഡീലിങ്സ്, അതായത് വിമൻസിൻ്റെ പ്രോബ്ലംസ് ആയിട്ടുള്ള ഡീലിങ്സ്, അതുപോലെ തന്നെ കേസ് സ്റ്റഡി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ലിസ്റ്റ്, അതായത് ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻസിനുള്ള അവാർഡ്സ് കൊടുക്കുന്നത്. ആൻഡ് മണിപ്പൂരിലെ തൗബാൽ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ആൻഡ് അരുണാചൽ പ്രദേശിലെ സൗത്ത് ഈസ്റ്റേണിലെ ചാങ്ലാങ് ഡിസ്ട്രിക്റ്റിലുള്ള കർസാങ് പോലീസ് സ്റ്റേഷനാണ് സെക്കൻഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ സിക്കിമിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റിലുള്ള പാക്യോങ് പോലീസ് സ്റ്റേഷനാണ് 7th പൊസിഷനിലും ഉള്ളത്. ഓക്കെ, സോ അരുണാചൽ പ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പേമ ഖാണ്ഡുവും അതുപോലെ തന്നെ മണിപ്പൂരിൻ്റെ ബിരൺ സിംഗും അവരുടെ ഒഫീഷ്യൽസിനെ, അതായത് കർസാങ് പോലീസ് സ്റ്റേഷൻസിലെ ഒഫീഷ്യൽസിനെയും അതുപോലെ തന്നെ നോങ്പോക് സെക്മായി പോലീസ് സ്റ്റേഷനിലെ ഒഫീഷ്യൽസിനെയും പരസ്പരം അഭിനന്ദിച്ചിട്ടുണ്ട്. ആൻഡ് അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ ഈസ് ഇറ്റാനഗർ ആൻഡ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഈസ് പേമ ഖാണ്ഡു ആൻഡ് അവിടുത്തെ ഗവർണർ ഈസ് BD മിശ്ര. ആൻഡ് മണിപ്പൂരിനെ പറയുമ്പം ഇറ്റ് ഈസ് ചീഫ് മിനിസ്റ്റർ ഈസ് ബിരൺ സിംഗ് ആൻഡ് അവിടുത്തെ ക്യാപിറ്റൽ ഈസ് ഇംഫാൽ ആൻഡ് ഗവർണർ ഈസ് നജ്മ ഹെപ്തുള്ള. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Malayan giant squirrel has been categorized by IUCN Red List into IUCNന്റെ റെഡ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള മലയാൻ ജയൻറ്റ് സ്ക്വിറൽ. ഓക്കെ, ദിസ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് സ്ക്വിറൽ സ്പീഷീസ്. സോ ഇതിൻ്റെ ഏത് കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്, റെഡ് ലിസ്റ്റിൻ്റെ ഏത് കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് IUCN ആൻഡ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ സ്വിറ്റ്സർലാൻഡ്, ഗ്ലാൻഡിലാണുള്ളത്, സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡിലാണുള്ളത്. ആൻഡ് അതിൻ്റെ CEO എന്ന് പറയുന്നത് ഗ്രേത്താൽ അഗ്വലാർ ആണ്. സോ അവർ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ നിയർ ത്രെട്ടൻഡ് കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്. 2050 അതായത് മിഡിൽ ഓഫ് ദ സെഞ്ച്വറിയിൽ 2050 ഈ സ്പീഷീസ് പൂർണ്ണമായും നശിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് സയൻറ്റിഫിക് നെയിം ഈസ് റാറ്റുഫ ബൈകളർ എന്നാണ്. ഓക്കെ, റാറ്റുഫ ബൈകളർ എന്നാണ് ഈ ജയൻറ്റ് സ്ക്വിറലിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സീൻ ഇൻ നോർത്ത് ഈസ്റ്റേൺ സൈഡ്സിലാണ് അത് കാണപ്പെടുന്നത്. വെസ്റ്റ് ബംഗാൾ, ആസാം, സിക്കിം, അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫോറസ്റ്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ. ഓക്കെ, ഫോറസ്റ്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ആൻഡ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവിറോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചും കൂടിയിട്ടാണ് ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്തത്. ആൻഡ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് ഡോക്ടർ കൈലാഷ് ചന്ദ്രയാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വെൻ ഈസ് വേൾഡ് സോയിൽ ഡേ ഒബ്സർവ്ഡ്? എന്നാണ് വേൾഡ് സോയിൽ ഡേ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, UN-ൻ്റെ കീഴിലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ 2013 ഇത്തരത്തിലൊരു ഡേ ഓർഗനൈസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആൻഡ് 2014 ഇത് അപ്രൂവ് ആവുന്നത്. ആൻഡ് സോയിൽ ഹെൽത്തി സോയിൽ, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് സോയിൽ റിസോഴ്സസിൻ്റെ അഡ്വക്കസിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൺ December 5th. ഓക്കെ, December 5th ഇത് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് കീപ് സോയിൽ അലൈവ്, പ്രൊട്ടക്ട് സോയിൽ ഡൈവേഴ്സിറ്റി എന്നാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which plant was removed by UNCND from the Schedule 4 category? Schedule 4 category of the 1961 Single Convention on Narcotic Drugs-ന്റെ ലിസ്റ്റിൽ നിന്നും ഏത് പ്ലാന്റ് ആണ് റിമൂവ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. UN കമ്മീഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ് ഇത് റിമൂവ് ചെയ്തിട്ടുള്ളത്. 59 വർഷമായിട്ട് ഇത് ആ ഒരു ലിസ്റ്റിൽ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെഡിസിനൽ റിസർച്ച് വർക്ക്സ് ഒന്നും നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെഡിസിനൽ ആൻഡ് തെറാപ്പറ്റിക് പൊട്ടൻഷ്യൽ റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിന് ഒരു വോട്ടിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് 53 മെമ്പേഴ്സിൻ്റെ 27 പേരും പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ 25 പേര് നെഗറ്റീവായിട്ടും വോട്ട് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നിന്നും റിമൂവ് ആയിരിക്കുകയാണ്. സോ ഇനി മുതൽ ഇതിൻ്റെ റിസർച്ച് വർക്ക്സ്, ഇതിൻ്റെ മെഡിസിനൽ പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് വർക്ക്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഇറ്റ് ഈസ് ക്യാനബിസ്. ഓക്കെ, ക്യാനബിസ് നമ്മുടെ നാട്ടിൽ കഞ്ചാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ക്യാനബിസിനെയാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഷെഡ്യൂൾ 4 നിന്നും റിമൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8th Northeast Festival is to be hosted by? ഏത് സിറ്റി ആണ് 8th Northeast Festival കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ December 19 മുതൽ 20 വരെ നടക്കുന്ന ഈ നോർത്ത് ഈസ്റ്റ് ഫെസ്റ്റിവൽ ഈസ് ഹോസ്റ്റഡ് ബൈ ഗുവാഹട്ടി. ആസാമിലെ ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗുവാഹട്ടിയിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ റാഡിസൺ ബ്ലൂ എന്ന് പറയുന്ന സ്ഥലത്താണ് നടക്കുന്നത്. ഗ്രോത്ത് അജണ്ട ഓഫ് നോർത്ത് ഈസ്റ്റ് പോസ്റ്റ് COVID-19 എന്നാണ് ഇപ്രാവശ്യത്തെ തീം. ആൻഡ് കോവിഡ് കാരണം ലിമിറ്റഡ് ആക്സസ് ആണുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇത് ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ഓർഗനൈസിങ് ചീഫ് എന്ന് പറയുന്നത് ശ്യാം കാണു മഹന്തയാണ്. ഓക്കെ, ശ്യാം കാണു മഹന്ത. ഓക്കെ, ഫൈൻ. ആൻഡ് ഇതിൽ പറയുന്നത് ഒത്തിരി കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഫാഷൻ ഷോ പോലത്തെ ഒക്കെ. ആൻഡ് ഇത് പോരാഞ്ഞിട്ട് ഒത്തിരി ഗസ്റ്റുകൾ, സ്പെഷ്യൽ ഗസ്റ്റസ് വരുന്നുണ്ട്. ആൻഡ് അവരുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ള അവരുടെ ഇൻവെൻഷൻസും അതുപോലെ തന്നെ അവരുടെ ഇൻ്റർവെൻഷൻസിൻ്റെയും എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആൻഡ് ആസാമിൻ്റെ ക്യാപിറ്റൽ ഈസ് ഡിസ്പൂർ ആൻഡ് ആസാം CM ഈസ് സർബാനന്ദ സോനോവാൾ ആൻഡ് അവിടുത്തെ ഗവർണർ ഈസ് ജഗദീഷ് മുഖി. So let's move on to the next question. International Day on Banks is observed on? എന്നാണ് International Day on Banks? ബാങ്ക്സിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ഓൺ December 4th. December 4th ഇത് ഒബ്സർവ് ചെയ്യുന്നത്. 2019 മുതലാണ് ഇത് ഒബ്സർവ് ചെയ്ത് തുടങ്ങിയത്. ബാങ്കിങ് സിസ്റ്റം, അതായത് UN ആണ് ഇത് ഒബ്സർവ് ചെയ്യുന്നത്. സോ അതിൻ്റെ മെമ്പർ സ്റ്റേറ്റ്സിൻ്റെ ബാങ്കിങ് സിസ്റ്റംസ് ഇൻ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ ലിവിങ് സ്റ്റാൻഡേർഡ് റെക്കഗ്നിഷൻ ആയിട്ടാണ്, അതായത് അതിനൊരു റെക്കഗ്നിഷൻ എന്നുള്ള രീതിക്കാണ് ഇത്തരത്തിൽ ബാങ്ക് ഡേയ്സ് ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് ദ മൾട്ടിലാറ്ററൽ ബാങ്ക്സ്, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫിനാൻസ് ചെയ്യുന്ന മൾട്ടിലാറ്ററൽ ബാങ്ക്സിനെയും അതുപോലെ തന്നെ അതർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റൽ ബാങ്ക്സിൻ്റെയും പൊട്ടൻഷ്യൽ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡേ അവർ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഇറ്റ്സ് ടൈം ഫോർ ബോണസ് അഫെയർസ്. സോ 26 കോടിയിൽ നിന്ന് 100 കോടി എന്ന വിറ്റുവരവ് നേട്ടം സ്വന്തമാക്കി സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്. 2020 ജിമ്മി ജോർജ് പുരസ്കാരം മിനിമോൾ അബ്രഹാമിന്. ഒളിമ്പ്യൻ PT ഉഷയായിരുന്നു 1989 ഈ അവാർഡ് ആദ്യമായി നേടിയത്. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സും ബോണസ് അഫയേഴ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ആൻഡ് ഓൾസോ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. So thank you.